ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഇതുവരെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള നമ്മുടെ ലൂപ്പ് സോറി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള നമ്മുടെ ലൂപ്പുകൾ പഠിച്ചു. ഇപ്പോൾ അതിൽ നമ്മുടെ ഫോർ ലൂപ്പുകൾ പഠിച്ചു, വൈൽ ലൂപ്പ് പഠിച്ചു, പിന്നെ ഡു വൈൽ ലൂപ്പുകൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലൂപ്പുകൾ പഠിച്ചു. ഇനി അപ്പോൾ ഈ ലൂപ്പുകളെ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ, അപ്പോൾ ഒരു ലൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നമുക്ക് 4 കാര്യങ്ങളും ഉണ്ടാകുക. അതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 4 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 4 ഇൻറ്റ് I equal to 1, I less than or equal to 10, I plus plus, then അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതി print of computer അല്ലെങ്കിൽ my computer print of my computer. അത് കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ നമുക്ക് 3 ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. അത് നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഇനീഷ്യലൈസേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് കണ്ടീഷൻ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റുകൾ. അത് ഒരു ലൂപ്പായിരുന്നു. ഇനി നമ്മൾ ഇതേ കാര്യം തന്നെ നമ്മുടെ വൈൽ ലൂപ്പിലാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഇൻറ്റ് I equal to 1 വൈൽ അതിന് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത് വൈൽ I less than or equal to 10. അത് കഴിഞ്ഞതിന് ശേഷം print of എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ എഴുതും. അത് നമ്മൾ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ഡു വൈൽ ആണെങ്കിൽ അടുത്തത്. ഇപ്പോൾ അവിടെ ഡു വൈൽ ആണെന്നിരിക്കട്ടെ. ഡു വൈൽ ആണെങ്കിൽ ഇവിടെ ഡു അവിടെ നമ്മൾ ഇന്നൊക്കെ നമ്മൾ നേരത്തെ ഇൻറ്റ് I equal to 1 സോറി തെറ്റി പോകാനുള്ള എഴുതുമ്പോൾ ഇൻറ്റ് I equal to 1 then ഡു നമ്മൾ ചെയ്തു. പ്രോഗ്രാം നമ്മൾ ചെയ്ത് എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ എഴുതി. പ്രിന്റ് അവിടെ നമ്മൾ എഴുതി, ബ്രാക്കറ്റ് കൊടുത്തു. വൈൽ വൈൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ നമ്മളൊക്കെ അവിടെ എഴുതണം. അതിനുള്ള സ്റ്റേറ്റ്മെന്റിൽ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ എഴുതുക. കണ്ടീഷൻ നമ്മളിവിടെ എഴുതി സെമിക്കോളൻ കിട്ടും. ഇതായിരുന്നു നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഇനി നമ്മുടെ ഈ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തും ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ വെച്ചിട്ട് loop again the loops are classified into 2 types depending upon the position of control statement. Position of control statements means നമ്മുടെ control statement എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ control statementകൾ. ഈ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ control statement എന്ന് പറയുക. അതായത് ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് I less than or equal to 10 എന്ന് പറയുന്നത് നമ്മുടെ control statement. ഈ control statementന്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ control statementന്റെ പൊസിഷൻ ലൂപ്പിൽ തന്നെയാണ്. ദെൻ അടുത്ത വൈൽ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ വരുള്ളൂ. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാര്യങ്ങൾ ഇവിടെ എന്താണ് ചെയ്ത കാര്യങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുക. സോ ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ദ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് പൊസിഷൻ ഓഫ് ദ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ദ ലൂപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. ഫസ്റ്റ് വൺ എൻട്രി കൺട്രോൾഡ്, സെക്കൻഡ് വൺ എക്സിറ്റ് കൺട്രോൾഡ്. എന്തായിരിക്കും എൻട്രി കൺട്രോൾഡ് ലൂപ്പ്? എൻട്രി കൺട്രോൾഡ്, എക്സിറ്റ് കൺട്രോൾഡ്, അതിന്റെ പേര് തന്നെയുണ്ട് എൻട്രി കൺട്രോൾഡ്. എൻട്രി കൺട്രോൾഡ് മീൻസ് നമ്മൾ ലൂപ്പിലേക്ക് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, എന്താണ് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നത്, അത് ചെയ്യുന്നതിന് മുന്നേ ലൂപ്പിന്റെ കൺട്രോൾ വേരിയബിൾ ചെക്ക് ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് എൻട്രി കൺട്രോൾ. എക്സിറ്റ് കൺട്രോൾ മീൻസ് ഒരു പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യും. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൂപ്പ് ചെക്ക് ചെയ്യുള്ളൂ. എന്താണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് എക്സിറ്റ് കൺട്രോൾ. അപ്പോൾ ഈ എൻട്രി കൺട്രോൾ, എക്സിറ്റ് കൺട്രോൾ ചിലപ്പോൾ എക്സാമിനേഷൻ നിങ്ങൾക്ക് മാറിപ്പോകും. അപ്പോൾ അതിന്റെ പേര് തന്നെ ഉണ്ടെന്ന് ഓർത്താൽ മതി. എൻട്രി കൺട്രോൾ. ലൂപ്പിലേക്ക് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് ബ്രാക്കറ്റിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടാവും, അവിടെ കണ്ടീഷൻ ഉണ്ടാവും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എൻട്രി കൺട്രോൾ. സോ അങ്ങനെ ചെക്ക് ചെയ്യുന്ന ലൂപ്പുകളൊന്ന് ഫോർ ലൂപ്പ് നോക്കുക. ഫോർ ലൂപ്പിലൂടെ ചെക്ക് ചെയ്തേക്കുന്നത്
ലൂപ്പിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ മൈ കമ്പ്യൂട്ടർ എന്നുള്ള പ്രിന്റ് ചെയ്യുള്ളൂ. വൈൽ ലൂപ്പ് നോക്കുക, ഈ കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണോ അത് റൺ ചെയ്യുള്ളൂ. പക്ഷേ ഡു വൈൽ ലൂപ്പ് അങ്ങനെയല്ല. ഡു വൈൽ ലൂപ്പിൽ ആദ്യമേ എന്ത് ചെയ്തു, ആദ്യമേ ഈ കാര്യം എന്താണോ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ for loop and while loop are the example of entry control. Exit control means do while loop. So a conditional statement or control statement is evaluated before executing the body of the loop. My computer എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന body of the statement ആണ്. So a conditional statement is evaluated before executing the body of the loop. It is also called a pre-checking loop. An example ആണ് while loop, for loop. While loop, for loop നമ്മുടെ എക്സാമിനേഷൻ എഴുതുമ്പോൾ വെറുതെ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. എക്സാമ്പിൾ സഹിതം നമ്മൾ എഴുതിയാൽ മാത്രമേ ആയിരിക്കുള്ളൂ. എക്സാമ്പിൾ മീൻസ് ഇപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ വൈൽ ലൂപ്പോ ഫോർ ലൂപ്പോ മാത്രം എഴുതിയാൽ മതി. ഇതേ ക്വസ്റ്റൻ തന്നെ 5 മാർക്കിന് ചോദിക്കുന്നതെങ്കിൽ ഈ എക്സാമ്പിൾ, അതായത് പ്രോഗ്രാം ആയിട്ട് അത് എങ്ങനെയാണോ എഴുതുന്നത് ആ എക്സാമ്പിൾ കമ്പൾസറി ആയിട്ട് എഴുതണം, എന്നെങ്കിൽ നമുക്ക് 5 മാർക്ക് കിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് exit control loop. In this type of loop, the conditional statements are evaluated after executing body of the loop once, irrespective of the condition. ഈ കണ്ടീഷനെ റെപ്രസെന്റ് ചെയ്യാതെ നോട്ട് ചെയ്യാതെ തന്നെ ഒരു പ്രാവശ്യം എന്തായാലും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സോ ബോഡി ഓഫ് ദി ലൂപ്പ് ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ക്ലിയർ? അപ്പോൾ അതിന് എക്സാമ്പിൾ ഡു വൈൽ ലൂപ്പ്. സോ എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ്. എക്സാമിനേഷന് മാറി പോകുന്ന കുറേ കാര്യങ്ങൾ. ഒന്ന്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൂപ്പ്. ഡിഫറെന്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എഴുതുന്നത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ അവിടെ പറയുന്നത് എൻട്രി കൺട്രോൾഡ്, എക്സിറ്റ് കൺട്രോൾ. കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചോദിക്കും. പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറീസ് എന്ന് പറഞ്ഞു ചോദിക്കും. പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറീസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ആണ് എഴുതേണ്ടത്. അവിടെ ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ഡു വൈൽ ലൂപ്പോ അല്ല. അത് അതിനുള്ള എക്സാമ്പിളുകളാണ്. അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റിന്റെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര കാറ്റഗറീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻട്രി കൺട്രോൾ ആൻഡ് എക്സിറ്റ് കൺട്രോൾ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. ഓക്കെ, ക്ലിയർ ആയോ? എൻട്രി കൺട്രോൾ എന്താണ്, എക്സിറ്റ് കൺട്രോൾ എന്നുള്ളത് ക്ലിയർ ആയി? യെസ്. അജയ്, അലക്സ്, ആൽവിൻ ക്ലിയർ ആയി? ക്ലിയർ ആണ് സർ. യെസ്. സോ again another classification. Depending upon the nature of control statements, the loops are classified into two. Depending upon the nature of control statements, the loops are classified into two. എഴുതിയേക്കുന്നതിലേക്ക് ഒന്നും നോക്കണ്ട. I will show you one example, then you can understand what is mean by nature of control statements. Then ഒരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഫോർ ലൂപ്പ് തന്നെ. ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 0, i ഈക്വൽ ടു 1. ഞാൻ എപ്പോഴും ഒരേ എക്സാമ്പിൾ എഴുതുന്നത് കാരണം ആ എക്സാമ്പിൾ നിങ്ങൾ തറവായി കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഇതേ എക്സാമ്പിൾ തന്നെ എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. For int I equal to 1, I less than or equal to 10, I less than or equal to 10, I plus plus, print of my computer. എത്ര പ്രാവശ്യം ഇവിടെ മൈ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യും പിള്ളേരെ? ഒന്ന് പറഞ്ഞേ, എത്ര പ്രാവശ്യം മൈ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യും? എത്ര പ്രാവശ്യം നമ്മുടെ മൈ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യും ഇവിടെ? വെരി ഈസി, 10 times. It's clear, very clear. 10 times നമ്മൾ പ്രിന്റ് ചെയ്യും. Then see, ഞാൻ ഇവിടെ മറ്റൊരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. while do ഒരു സെക്കൻഡ്, do ഓർത്തിരിക്കുക, സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കണം. do scan of percentage t comma ampersand n, percentage t comma ampersand n, print of ഒരു സെക്കൻഡ് print of നമുക്ക് മോളിൽ നമുക്ക് ചെയ്യാം. print of my computer. See the statement scan of
percentage d comma ampersand n bracket close ചെയ്തു while n not equal to 0. While n not equal to 0. My question is, ഇവിടെ എത്ര പ്രാവശ്യം ഈ പ്രോഗ്രാം റൺ ചെയ്യണം? ഇവിടെ എത്ര പ്രാവശ്യം എനിക്ക് മൈ കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്യും? എത്ര പ്രാവശ്യം മൈ കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്യും? Come on, answer please. Yes. പറയൂ. ആദ്യത്തേതിൽ നമുക്ക് ക്ലിയർ ആണ്, മൈ കമ്പ്യൂട്ടർ 10 ടൈംസ് പ്രിന്റ് ചെയ്യും, നോ ഡൗട്ട്. രണ്ടാമത്തേതിൽ എത്ര പ്രാവശ്യം എനിക്ക് മൈ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യും? വിത്തൗട്ട് എനി ഡൗട്ട് എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യും? രണ്ടാമത്തെ ഒരു പ്രാവശ്യം കമ്പൽസറി ആയിട്ട് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യും? അതിന് കഴിഞ്ഞതിന് ശേഷം എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യും? 0 ആണെങ്കിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മള് 0 ആണെങ്കിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ആസിഫ് പറയുന്നു, പിന്നെ വേറെ ആരാ പറയുന്നു? യെസ്. എത്ര പ്രാവശ്യം അത് പ്രിന്റ് ചെയ്യും? ആർക്കെങ്കിലും പറയാൻ പറ്റും എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നു? ഒരു പ്രാവശ്യം എന്തായാലും പ്രിന്റ് ചെയ്യും. അതിന് എണ്ണം പറയാൻ പറ്റത്തില്ല. So now these are the two type of loop. One is counter control loop. Second one sentinel control loop. Clear? എന്താണ് counter control loop means? എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും how many times the loop will execute or it's get executed. അതാണ് counter control loop. sentinel control loop means ഇപ്പോൾ നിന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ റൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ 0 കൊടുക്കും. അവിടെ 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തുള്ളൂ. അപ്പോൾ അതെ നമ്മൾ അനന്യ റൺ ചെയ്യുമ്പോൾ എത്രയും 2 ടൈംസ് 3 ടൈംസ് കഴിയുമ്പോൾ 0 കൊടുക്കും. ദെൻ സാമുവൽ 5 ടൈംസ് കഴിയുമ്പോൾ 0 കൊടുക്കാം. ദെൻ അരുൺ ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കഴിയുമ്പോൾ 0 കൊടുക്കാം. സോ വി കാൻ predict how many times the loop will execute or it's get executed. That is called sentinel control loop. So depending upon the nature of control statements, the loop are classified into two. First one is called counter control loop. Second one, sentinel control loop. What is counter control loop? If a programmer already know how many times the loop get executed. ഇവിടെ നമുക്ക് എത്ര പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ നമ്മളിപ്പോൾ 100 കൊടുത്താൽ നമുക്ക് അറിയാം 100 ടൈംസ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദിസ് ഈസ് കോൾഡ് കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ്. നെയിമിൽ തന്നെയുണ്ട് counter controlled loop. We can understand how many times we can know already how many times the loop get executed. It is often called a definite iteration loop. Definite item ഇത്രയും ടൈംസ് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? അത് ഫോർ ലൂപ്പ് ആകാം, വൈൽ ലൂപ്പ് ആകാം, ഡു വൈൽ ലൂപ്പ് ആകാം, എന്ത് ലൂപ്പ് ആണെങ്കിലും ആകാം. ക്ലിയർ? Then second type loop. If a programmer does not know or don't know exactly how many times the loop will be executed. ഇവിടെ നമുക്ക് എക്സാക്ട്ലി എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാം ഒരു പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഒരു പ്രാവശ്യം, പക്ഷെ എക്സാക്ട് ആയിട്ട് ഒരു പ്രാവശ്യം ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു പ്രാവശ്യം എന്തായാലും ചെയ്യും, പക്ഷെ എത്ര പ്രാവശ്യം ഇത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റില്ല. Such loops are called sentinel control loop. They are also called indefinite repetition loop. Indefinite repetition നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. We cannot define how many times a loop get executed. So the type of loops are called sentinel control loop. And ഇപ്പോൾ നമ്മൾ 3 കാറ്റഗറി പഠിച്ചിട്ടുണ്ട്. ലൂപ്പ് തന്നെ 3 കാറ്റഗറി. മാറിപ്പോയത് explain different loops എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ for loop, while loop, do while loop. Explain different category of loop based on the position of control statement. Position of the control statement ചോദിച്ചാൽ entry control and exit control. Explain based on the loop, explain the category of based on the nature of control statements. Counter control and sentinel control. Clear? രണ്ട് ക്ലിയർ ആയില്ലേ? കൗണ്ടർ കൺട്രോൾ എന്താണെന്നുള്ളൂ, സെന്റിനൽ കൺട്രോൾ എന്താണെന്നുള്ളൂ. Any doubts so far? Clear? Okay. അപ്പോൾ അവർ കൊണ്ട് തീർന്നു. സോ നമുക്ക് മറ്റൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഗ്രാം ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഒരു ചെറിയ ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഫിബൊനാച്ചി സീരീസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഫിബൊനാച്ചി സീരീസ് നമ്മൾ സിയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രോഗ്രാമാണ് ഫിബൊനാച്ചി സീരീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്.
എപ്പോഴും പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ്. അത് തിയറി എക്സാമിനേഷൻ ചോദിക്കാം, പ്രാക്ടിക്കൽസും ചോദിക്കാം. ഫിബൊനാച്ചി സീരീസ് എന്താണ്? ഫിബൊനാച്ചി സീരീസ് ആർക്കെങ്കിലും പറയാമോ? എന്ത് സീരീസിനെയാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയാം? സോ ഇപ്പം ഞാൻ പേപ്പർ എടുത്തോ, എല്ലാവരും വീഡിയോ ഓൺ ആക്കിയോ. വാട്ട് ഈസ് ഫിബൊനാച്ചി സീരീസ്? എന്താണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ്? സി, ഈ സീരീസിനെയാണ് നമ്മൾ, ഞാനിവിടെ സീരീസ് ടൈപ്പ് ചെയ്യാമാണ്. 0, 1, 1, 2, 3, 5, 8, 13, 21 ഇങ്ങനെ പോകുന്ന സീരീസിനെയാണ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറയാം. ഇതിൻ്റെ ഫീച്ചർ പറയാമോ? എന്തായിരിക്കും ഈ സീരീസ്? ആർക്കെങ്കിലും പറയാമോ? സീരീസിന്റെ ഫീച്ചർ എന്താണ്? പ്രത്യേകിച്ച് ഓർഡർ ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഓർഡർ ഇല്ലാണ്ട് പോകുന്നതാണ് ഫിബൊനാച്ചി സീരീസ്. ഓക്കെ, ദെൻ അഗെയിൻ അനദർ ആൻസർ. പോട്ടെ ആൻസർ പോട്ടെ. വീഡിയോ ഓൺ ആക്കിയോ. ദെൻ സാറേ, യെസ് ആസിഫ്. അലക്സ്. ഓക്കെ, അടുത്തടുത്തുള്ള നമ്പർ ആഡ് ചെയ്തു അടുത്തടുത്തുള്ള നമ്പറുകൾ ആഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഗുഡ്. ദെൻ നെക്സ്റ്റ് സാർ ആഡ് ചെയ്ത് 0 + 1 1 1 + 1 2 വരും, 0 + 1 വരും, പിന്നെ 1 + 1 2 വരും, അടുത്ത് 1 + 2 3 വരും. അങ്ങനെ പോകുന്ന സീരീസ് ആണ്. 1 + 2 3 വരും. ഓക്കെ, അങ്ങനെ പോകുന്ന സീരീസ് ആണ്. ദെൻ നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും? ഇനി നമ്മൾ ഇതിനൊന്ന് ജനറലൈസ് ചെയ്ത് പറയാമോ? ഏത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. 0 1 1 2 3 5 എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് കണ്ടു. ആ സീരീസിന്റെ പാറ്റേൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമ്മൾ ഇതിനൊന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ പറയും? നമ്മളിപ്പോൾ ഇതിനെ പ്രോഗ്രാമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ ഇപ്പോൾ ഈ പറഞ്ഞ ഇതിനെ എങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്യും? എങ്ങനെയായിരിക്കും ജനറലൈസ് ചെയ്യുന്നത്? എങ്ങനെ ഇതിനെ നമുക്കൊന്ന് റിപ്പീറ്റഡ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും? Then video on ആക്കി ആസിഫ്, then Ashwin, Meenakshi, Felix. I can see your video. Ananya, Suremya, Anjali. Yes, Anjali കുറച്ച് ദിവസമായിട്ട് സൈലന്റ് ആണല്ലോ. പറഞ്ഞ അഞ്ജലി, എങ്ങനെയായിരിക്കും ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക? യെസ് ആഡ് ചെയ്ത് പോകും. എങ്ങനെ ആഡ് ചെയ്ത് പോകും? ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ആഡ് ചെയ്ത് തേർഡ് കിട്ടും. യെസ്, ഗുഡ്, കറക്റ്റ്. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ ഇത് ഫസ്റ്റ്, ഇത് അടുത്ത നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ്. ഇത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതും. നോക്കുക, ഇത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എഴുതും. ഇത് ഫസ്റ്റ് 1, ഇത് സെക്കൻഡ് 1, ഇത് തേർഡ് 1. ഇനി എന്ത് ചെയ്യും? ഫസ്റ്റ് സെക്കൻഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ തേർഡ് കിട്ടും. അടുത്ത് ഫസ്റ്റ് സെക്കൻഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ അടുത്ത് തേർഡ് കിട്ടും. അടുത്ത ഫസ്റ്റ് സെക്കൻഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ തേർഡ് കിട്ടും. ഇങ്ങനെ 1 by 1 ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സീരീസിനെയാണ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടാവും. ഫസ്റ്റ് നമ്പർ ഉണ്ടാവും. ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ഉണ്ടാവും ഈക്വൽ ടു തേർഡ് നമ്പർ ആയി. അപ്പോൾ ഫസ്റ്റ് നമ്പർ 0, ഫസ്റ്റും സെക്കൻഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആയി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സീരീസ് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇതും കൂടി മാറും. സെക്കൻഡ് ഫസ്റ്റ് ആവും, തേർഡ് ആയിരുന്നു സെക്കൻഡ് ആവും. എന്നിട്ട് അതിനോട് ആഡ് ചെയ്യുമ്പോൾ പുതിയ നമ്പർ കിട്ടും. തൊട്ട് പിറകിലുള്ള 2 നമ്പറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നത്തെ നമ്പർ കിട്ടും. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തു. 0യും 1ഉം കൂടെ ആഡ് ചെയ്തു, 1 കിട്ടി. ഈ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്തു, 2 കിട്ടി. ദെൻ 2ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്തു, അപ്പോൾ 3 കിട്ടി. അപ്പോൾ തേർഡ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റും സെക്കൻഡും ആയിട്ടുള്ള നമ്പറുകൾ ആഡ് ചെയ്യും. പക്ഷേ ഈ ഫസ്റ്റ് സെക്കൻഡ് നമ്പർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 5 എന്നായി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സെക്കൻഡും 2ഉം 3 എന്ന് പറയുന്നത് 2 ഫസ്റ്റ് ആണ്, 3 സെക്കൻഡ് ആണ്. അത് ആഡ് ചെയ്ത് 5 കിട്ടി. അടുത്ത 8 ആഡ് ചെയ്യുന്ന നേരത്ത് നേരത്തെ ഉണ്ടായിരുന്ന സെക്കൻഡ് ഫസ്റ്റ് ആയി, നേരത്തെ ഉണ്ടായിരുന്ന തേർഡ് സെക്കൻഡ് ആയി. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. ഇനി 13 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 8 കിട്ടാൻ നേരത്ത് 3യും ഫസ്റ്റും സെക്കൻഡും ഇതായിരുന്നു. ഇനി അടുത്ത് 13 കിട്ടാൻ നേരത്ത് ഈ സെക്കൻഡ് ഉണ്ടായിരുന്നത് ഫസ്റ്റായി, തേർഡ് ഉണ്ടായിരുന്നത് സെക്കൻഡായി. എന്നിട്ട് അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി അതിനെ പ്രോഗ്രാമായിട്ട് എങ്ങനെ മാറ്റും? എങ്ങനെയായിരിക്കും അതിന് പ്രോഗ്രാമായിട്ട് മാറ്റുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളിവിടെ എഴുതിയേക്കുന്നത് 0 1 2 3 4 എന്ന് പറഞ്ഞിട്ട് അപ് ടു
200 വരെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഒന്ന്, നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട നമ്പറുകൾ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 200 വരെ പ്രിന്റ് ചെയ്യാം. രണ്ടാമത്തത്, എത്ര ആ ഫിബൊനാച്ചി സീരീസിൽ എത്ര എണ്ണം വേണം, എത്ര നമ്പറുകൾ വേണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എത്ര എണ്ണം വേണമെന്ന്, എത്ര നമ്പറുകൾ എന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഫിബൊനാച്ചി സീരീസിൽ ഇങ്ങനെ വന്ന് 21 ഇങ്ങനെ വന്ന് മാക്സിമം എനിക്ക് 200 വരെ മതി. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത്, എനിക്ക് ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയി, ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് അതും രണ്ടാമത്തെ നമ്പർ കൂടി ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ കിട്ടണം എന്നാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അത് അങ്ങനെ മാറ്റി മാറ്റിയാണ് അത് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് എഫ് ഈക്വൽ ടു, എനിക്ക് 0 ആണ് ആദ്യം കിട്ടേണ്ടത്. എഫ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് നമ്പർ. എഫ് ഈക്വൽ ടു ഞാൻ -1 കൊടുത്തു. എഫ് ഈക്വൽ ടു -1. ഇൻഡിജർ വാല്യൂ ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് വാല്യൂ എസ് ഈക്വൽ ടു 1 കൊടുത്തു. എഫ് ഈക്വൽ ടു 1, എസ് ഈക്വൽ ടു -1. ഇത് കഴിഞ്ഞതിന് ശേഷം വൈൽ. അപ്പോൾ ഞാൻ ഇവിടെ ഓർമ്മ വൈൽ വേണോ ഡു വൈൽ വേണോ എന്നൊക്കെ പിന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോണത് ഡു വൈലാണ്. ഡു എനിക്ക് പ്രിന്റ് ചെയ്യണം, ആദ്യത്തെ നമ്പർ പ്രിന്റ് ചെയ്യണം. ആദ്യത്തെ നമ്പർ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ടി ആണ്. ഫസ്റ്റും സെക്കൻഡും കൂടെ ആഡ് ചെയ്യണം, അതാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനവിടെ പ്രിന്റ് ചെയ്യണം ടി ഈക്വൽ ടു എഫ് പ്ലസ് എസ്. ടിയിൽ വാല്യൂ എന്ത് വരും? നമ്മളിങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ടിയിൽ ഇവിടെ വാല്യൂ എന്ത് വരും? എഫ് ഈക്വൽ ടു ടി ഈക്വൽ ടു എഫ് പ്ലസ് എസ്. എഫിൽ കിടക്കുന്ന വാല്യൂ -1, എസിൽ കിടക്കുന്ന വാല്യൂ എസിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി കോമ ടി. ഇപ്പോൾ എനിക്ക് ടി പ്രിന്റ് ചെയ്ത് കിട്ടുമോ? ടി എന്ന് പറയുന്ന വാല്യൂ എന്തായാലും എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ടി പ്രിന്റ് ചെയ്ത് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത്, അപ്പോൾ എഫിലും എസിലും ഓൾറെഡി വാല്യൂ ഉണ്ട്, ടി എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം? ഇനി ചേഞ്ച് ചെയ്യണം. എങ്ങനെയായിരിക്കണം ചേഞ്ച് ചെയ്യണത്? ടിയുടെ വാല്യൂ അവിടെ ഉണ്ട്, വാല്യൂ ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് കഴിഞ്ഞാൽ ടിയിൽ കിടക്കുന്ന വാല്യൂ ഇപ്പോൾ 0 ആണ് കിടക്കുന്നത്. ഫസ്റ്റ് കിടക്കുന്ന വാല്യൂ സെക്കൻഡിലേക്ക് കൊടുക്കണം, സെക്കൻഡിൽ കിടക്കുന്ന വാല്യൂ ടിയിലേക്ക് കൊടുക്കണം. ടിയിൽ കിടക്കുന്ന സെക്കൻഡിൽ കിടക്കുന്ന വാല്യൂ ഫസ്റ്റിലേക്ക് കൊടുക്കണം, ടിയിൽ കിടക്കുന്നത് സെക്കൻഡിലേക്ക് കൊടുക്കണം. എങ്ങനെയായിരിക്കും അത് ചെയ്യാൻ പറ്റുക? എഫ് ഈക്വൽ ടു എസ്. എഫ് ഈക്വൽ ടു എസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സെക്കൻഡിൽ കിടക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ നേരെ ടിയിലേക്ക് വരും. സെക്കൻഡിൽ കിടക്കുന്ന വാല്യൂ ടിയിലേക്ക് വരുമോ? സെക്കൻഡിൽ കിടക്കുന്ന വാല്യൂ എന്താണോ വാല്യൂ നേരെ ടിയിലേക്ക് വരും. ദെൻ എസ് ഈക്വൽ ടു ടി. ഇപ്പോൾ എന്തായിരിക്കും? തേർഡിൽ കിടക്കുന്ന വാല്യൂ എങ്ങോട്ട് വന്നു? സെക്കൻഡിലേക്ക് വന്നു. ഓരോ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ തേർഡിൽ കിടക്കുന്ന വാല്യൂ സെക്കൻഡിൽ വന്നു. ഫസ്റ്റ് കിടക്കുന്ന വാല്യൂ സെക്കൻഡിലുണ്ടായിരുന്ന വാല്യൂ ഫസ്റ്റിലേക്ക് വന്നു. ദെൻ തേർഡിലുണ്ടായിരുന്ന വാല്യൂ സെക്കൻഡിലേക്ക് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എത്ര വരെ പ്രിന്റ് ചെയ്താൽ മതി? 200 വരെ പ്രിന്റ് ചെയ്താൽ മതി. വൈൽ ചെക്ക് ചെയ്യും. വൈൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ടി ലെസ് ദാൻ 200 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ടി ലെസ് ദാൻ 200 ആണോ ചെക്ക് ചെയ്യണം. 200 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. 200 ആണെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെയും വരണം, അത് ഓരോന്നും പ്രിന്റ് ചെയ്യണം. ക്ലിയർ? ടി ലെസ് ദാൻ 200 ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ അതെ, ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി നോക്കുകയാണ്. നമ്മൾ പ്രോഗ്രാമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരും. അപ്പോൾ നോക്കാം. ആദ്യം നമ്മൾ എഫ് ടി എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഉണ്ട്. ടി എന്ന് പറയുന്ന എഫ് ഈക്വൽ ടു ഇത്, എസ് ഈക്വൽ ടു 1, ദെൻ ടി.
ടി എന്ന് പറയുന്ന വാല്യൂ -1 + 1 ഇതിന്റെ മുകളിൽ തന്നെ എഴുതാം. -1 + 1 = 0 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യത്തെ വാല്യൂ 0 ഇവിടെ പ്രിന്റ് ചെയ്തു. ആദ്യത്തെ വാല്യൂ 0 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം f = s. എസിലുള്ള വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ f = s മീൻസ് ഈ എഫിൽ 1 ആയിട്ട് മാറും. അത് കഴിഞ്ഞതിന് ശേഷം s = t. ടിയിലുള്ള വാല്യൂ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ടിയിൽ ഒരു വാല്യൂ ഉണ്ട്. t = 0 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. t = 0 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഈ വാല്യൂ അങ്ങോട്ട് കൊടുക്കും, ഇതിലേക്ക് കൊടുക്കും. അപ്പോൾ എസിലെ വാല്യൂ 0 ആയി. എന്നിട്ട് ടി ചെക്ക് ചെയ്ത് നോക്കും. t < 200 ആണ്. അതെ, t < 200 ആണ്. t < 200 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നേരെ വീണ്ടും ഇങ്ങോട്ട് വരും. നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് t = f + s നോക്കും. എഫിൽ കിടക്കുന്ന വാല്യൂ 1 ആണ്, എസിൽ 0 ആണ്. അപ്പോൾ 1 + 1 + 0 1 + 0. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 1 വരും. ടിയിലെ അപ്പോൾ വാല്യൂ 1 ആയിട്ട് മാറും. 1 + 0 ടിയിൽ 1 ആയിട്ട് മാറും. ആ 1 എന്ത് ചെയ്യും? 1 ഇവിടെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ചേഞ്ച് ചെയ്യണം. f = s. എസിൽ ഇപ്പോൾ ഉള്ള വാല്യൂ ഏതാണ്? 0 ആണുള്ളത്. അപ്പോൾ ഈ 1 0 എന്നുള്ളത് ഇത് 0 ആയിട്ട് മാറും. അത് കഴിഞ്ഞതിന് ശേഷം s = t. ടിയിലുള്ള വാല്യൂ ഏതാണ്? 1 ആണ്. അപ്പോൾ ഇത് 1 ആയിട്ട് മാറും. ചെക്ക് ചെയ്ത് നോക്കും. t < 200 ആണോ? യെസ്, ടിയുടെ വാല്യൂ 1 ആണ്. 1 < 200 ആണ്. ക്ലിയർ? ദെൻ അടുത്തത്. അപ്പോൾ അത് ചെയ്യും, വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. t = f + s. എഫിൽ ഇപ്പോൾ ഉള്ള വാല്യൂ ഏതാണ് കിടക്കുന്നത്? എഫിലുള്ള വാല്യൂ ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ 0 ആണ്. ഇവിടെ 0 ആണ്. എസ് കിടക്കുന്ന വാല്യൂ 1 ആണ്. 1 ആണ്. 0 + 1 1 തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ 1 വീണ്ടും പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യും. f = s. എസിലുണ്ടായിരുന്ന വാല്യൂ എഫിലേക്ക് കൊടുക്കും. എസിലുള്ളത് 1 ആണ്. അപ്പോൾ ഈ എഫിലെ വാല്യൂ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് നോക്കും. s = t. ടിയിലുള്ള വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ 1 ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും. t < 200. യെസ്, കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ഇങ്ങോട്ട് വരും. കാൽക്കുലേറ്റ് ചെയ്യും. t = f + s. എഫിൽ കിടക്കുന്ന വാല്യൂ 1 ആണ്. t = f + s. എഫിൽ കിടക്കുന്ന വാല്യൂ 1 ആണ്. എസിൽ കിടക്കുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി 2 ആയിട്ട് മാറും. ടിയുടെ വാല്യൂ 2 ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്തു? 2 ഇവിടെ പ്രിന്റ് ചെയ്യും. ഇവിടെ വരും. f = s. എഫിൽ കിടക്കുന്ന വാല്യൂ എത്രയാണ്? f = s. എസിൽ കിടക്കുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ 1 ആവും. s = t. ടിയിൽ കിടക്കുന്ന വാല്യൂ 2 ആണ്. 2 എന്ന് പറയുന്നത് ഇതിലേക്ക് കൊടുക്കും. ദാറ്റ് ഈസ് 2. ചെക്ക് ചെയ്ത് നോക്കും. t < 200. 2 < 200 ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 2 3 എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് എത്രയാണോ എടുക്കുന്നത് അത്രയും വരെ 200 ആകുന്നത് വരെ ഇതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. ക്ലിയർ? എനി ഡൗട്ട്സ്? അപ്പോൾ ഓർക്കുക, നിങ്ങളിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും അവിടെ കിട്ടുന്ന വാല്യൂ f = 0, s = 1 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷേ f = -1, s = 1 എന്ന് പറഞ്ഞ് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ? എനി ഡൗട്ട്സ്? ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. അലക്സ്, ആൽവിൻ, അനന്യ? യെസ്, ക്ലിയർ. അശ്വിൻ, ഫെലിക്സ്? ക്ലിയർ ആണ് സർ. ക്ലിയർ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടത് ഇതിൻ്റെ കൂടെ. കാരണം ഇത് നമ്മൾ പ്രോഗ്രാമിന് നമ്മൾ മോഡിഫൈ ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് 200 വരെ പ്രിന്റ് ചെയ്യണം. എനിക്ക് ഇതിനകത്തെ ഒരു ആദ്യത്തെ 10 നമ്പേഴ്സ് മാത്രം മതി ഇരിക്കട്ടെ. എനിക്ക് ഇതിനകത്ത് ആദ്യത്തെ 10 നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10 ഇതിനകത്തെ ആദ്യത്തെ 10 നമ്പർ 21 11 31 34 35 33 34 അടുത്ത നമ്പർ 34 ആയിരിക്കും അല്ലേ?
21 പ്ലസ് 10 31 പ്ലസ് 3 34. എനിക്ക് ഈ 34 വരെ, അതായത് ആദ്യത്തെ 10 നമ്പേഴ്സ് മാത്രം മതി. ട്രിഗണോമെട്രിക് സീരീസിലെ 10 നമ്പേഴ്സുകൾ മതി. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്ത് ചേഞ്ച് പറ്റും? വളരെ ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. എനിക്ക് 10 നമ്പറുകൾ മതി. എന്ത് ചേഞ്ച് വന്നു? എന്ത് ചേഞ്ചാണ് വരുന്നത്? എവിടെയാണ് എനിക്ക് ചേഞ്ച് വരുത്തേണ്ടത്? എത്ര ചേഞ്ചസ് ആണ് എനിക്ക് വരുത്തേണ്ടത്? എവിടെ ചേഞ്ച് വരുന്നത്? എനിക്ക് 10 നമ്പർ മതി. എനിക്ക് 200 300 അങ്ങനെയാണല്ലോ എന്ന് വേണ്ട. എനിക്ക് 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ. എന്ത് ചേഞ്ചസ് ആണ് ഞാൻ വരുത്തുന്നത്? എന്ത് കാര്യമാണ് ആഡ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ചേഞ്ച് ചെയ്യണോ? ഇത് മാത്രമേ ഉള്ളൂ. പറയൂ. വൈലിൽ ചേഞ്ച് ചെയ്യണം. വൈലിൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം? യെസ്, എനിക്ക് കൗണ്ട് ചെയ്യണം. എനിക്ക് ചെയ്യേണ്ടത് കൗണ്ടിങ് ആണ്. എനിക്ക് ഒരെണ്ണം, ഇതിപ്പോ ഒരെണ്ണം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നൊന്ന് കൗണ്ട് ചെയ്യണം. ഇത് ഡിസ്പ്ലേ ചെയ്തപ്പോൾ 2 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യണം. ഇത് ഡിസ്പ്ലേ ചെയ്തപ്പോൾ 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യണം. ഇത് ഡിസ്പ്ലേ ചെയ്തപ്പോൾ 4 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യണം. അതായത് ഓരോ പ്രാവശ്യവും ഓരോ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കൗണ്ടിങ് ചെയ്യണം, കൗണ്ടിങ് ഇൻക്രിമെന്റ് ചെയ്യണം. സോ എന്ത് ചെയ്യണം? അത് എണ്ണാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എണ്ണാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ കൊടുക്കില്ലേ? അത് എണ്ണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന വേരിയബിൾ എണ്ണാൻ വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ഐ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ഇൻറ്റ് ഐ. ഞാൻ എണ്ണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വേരിയബിൾ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ കൊടുക്കുകയാണ്. ഇൻറ്റ് ഐ ഈക്വൽ ടു 0. ഐയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആണ്. ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ ഐ എന്ന് പറഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നത് കൗണ്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യവും ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഒരെണ്ണം പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് കൗണ്ട് ചെയ്യണം, കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരെണ്ണം പ്രിന്റ് ചെയ്തു കഴിഞ്ഞ ശേഷം I++ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? എനിക്ക് ഇനിയിപ്പോൾ 200 വരെയാണോ 300 വരെയാണോ ലിമിറ്റ് അല്ല എനിക്കറിയേണ്ടത്. എനിക്കറിയേണ്ടത് ഇവിടെ ഇത് മാറ്റണം. ഇത് മാറ്റി എന്ത് ചെയ്താൽ മതി? I less than or equal to 10. ഇത്രയും മാത്രം മാറ്റിയാൽ മതി. ഒരു വേരിയബിൾ ഒരെണ്ണം ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഇത് കൗണ്ടിങ് ആയി. അതിൽ എന്താണ് പറയുന്നത്? 10. അപ്പോൾ എനിക്കിപ്പോൾ 200 വരെ നേരത്തെ എനിക്ക് പ്രിന്റ് ചെയ്ത വാല്യൂവിന്റെ ലിമിറ്റ് ആയിരുന്നു ഞാൻ നോക്കിയത്. ഇപ്പോൾ ഞാൻ പ്രിന്റ് ചെയ്ത വാല്യൂവിന്റെ ലിമിറ്റ് അല്ല നോക്കിയത്. പകരം എത്ര എണ്ണം പ്രിന്റ് ചെയ്തു, കൗണ്ട് ആണ് ചെയ്തത്. എത്ര എണ്ണമാണ് എനിക്ക് പ്രിന്റ് ചെയ്തത്. വെരി സിമ്പിൾ ആണ്. നമ്മൾ ചെയ്തേക്കാൻ നമ്മൾ പ്രോഗ്രാം ചെയ്തു. ആ പ്രോഗ്രാമിന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു. ദിസ് ഈസ് കോൾഡ് കസ്റ്റമൈസേഷൻ. കസ്റ്റമൈസ് ചെയ്യുക. ഓരോരുത്തരും പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, പല ഭാഷ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ചെയ്തേക്കുന്ന പ്രോഗ്രാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇന്നലെ ചെയ്തേക്കുന്ന പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് എനിക്ക് അതിനെ പല രീതിയിൽ മോഡിഫൈ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് അയച്ചു. അപ്പോൾ പല രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം മോഡിഫൈ ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ആവശ്യം വെച്ചിട്ട് മോഡിഫൈ ചെയ്തു. ജസ്റ്റ് എന്താണ് ഉണ്ടായിരുന്നത് മോഡിഫൈ ചെയ്തു. ഇനി ഇപ്പൊ ഞാൻ ചോദിക്കാൻ, ഇവിടെ ഞാൻ കൗണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഞാൻ കൗണ്ട് പറഞ്ഞിട്ടുണ്ടെന്നിരിക്കട്ടെ. ഇവിടെ ഞാൻ കൗണ്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പറഞ്ഞു. ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എനിക്ക് എത്ര എണ്ണം വേണം എന്നുള്ളത്. പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ തന്നെ റൺ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കണം. റൺ ചെയ്ത് കഴിയുമ്പോൾ ചോദിക്കണം എത്ര എണ്ണമാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഹൗ മെനി നമ്പേഴ്സ് യു വാണ്ട് ടു പ്രിന്റ്, ഹൗ മെനി ട്രിഗണോമെട്രിക് സീരീസ് നമ്പേഴ്സ് യു വാണ്ട് ടു പ്രിന്റ്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കുക. എത്ര എണ്ണമാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, ഹൗ മെനി നമ്പേഴ്സ്. സ്കാനഫ് യൂസ് ചെയ്യുക. സ്കാനഫ് ദെൻ അതിന്റെ ലിമിറ്റ് ആക്സെപ്റ്റ് ചെയ്തു. %d. ഞാൻ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് n ആയിട്ട് കൊടുത്തു. ആംപർസെന്റ് കോമ ആംപർസെന്റ് n. എത്ര നമ്പേഴ്സ് ആണ് വേണ്ടത്? ആംപർസെന്റ് n. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ 10ന് പകരം എന്ത് യൂസ് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ 10 നമ്മൾ നേരത്തെ 10 ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ 10 കൊടുത്തു. അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഈ 10 ഇവിടെ മാറ്റിയിട്ട് ഇവിടെ കൊടുത്തേക്കാൻ മാറി n കൊടുത്തു. പ്രോബ്ലം തീർന്നു. പ്രോബ്ലം കസ്റ്റമൈസ് ചെയ്തു. ഇപ്പൊ യൂസർ ഡിസൈഡ് ചെയ്യും എത്ര നമ്പർ പ്രിന്റ് ചെയ്യണം. Hope things are very clear now. So ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രോഗ്രാമിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. യു ഹാവ് ടു കസ്റ്റമൈസ് ദ പ്രോഗ്രാം അക്കോർഡിംഗ് ടു യുവർ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തേക്കുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്തു, ലിമിറ്റ് കൊടുത്തു, കസ്റ്റമൈസ് ചെയ്ത്. ദാറ്റ്സ് ഓൾ. ക്ലിയർ? സോ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതർവൈസ് വി കൻ വൈൻഡ് അപ്പ് ടുഡേ സെഷൻ.
ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണ്? Then Anjali, Arunima, Asif, Anchalex, Felix, Phil, Johari, Meenakshi. Yes, Meenakshi ഞാൻ ചോദിച്ചില്ല. മീനാക്ഷി ക്ലിയർ ആണോ പ്രോഗ്രാം? പവൻ, മെൽവിൻ, സൽവ. യെസ്, ഇന്ന് സൽവ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സൽവ, യെസ്. ഓക്കെ, ക്ലിയർ. സാമുവൽ, സന്ദീപ്, സെബിൻ. ഓക്കെ സർ. ക്ലിയർ ആണ് സാർ. Okay. So, see you on tomorrow. Okay, thank you. Yes, sir.